ഭയങ്കര ഒരു അതിശയം തന്നെയാണ് ചരിത്രത്തിൽ. ഏത് ലോക മലയാള സമ്മേളനം നോക്കിയാലും ഇത്ര പ്രയാസപ്പെട്ട് നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയ ഒരു സമ്മേളനമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്താനാണ്. പിന്നെ ഞാനും വേൾഡ് മലയാളി കൗൺസിലുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. 30 വർഷം മുമ്പ് ന്യൂജേഴ്സിയിൽ തുടങ്ങിയപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു, ശ്രീ ശേഷന്റെ കൂടെ. അവിടെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ WMCയുടെ വെരി ഗുഡ്. ഇപ്പം ഞങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ അന്ന് വേൾഡ് മലയാളി കൗൺസിൽ ആയതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമെന്ന് അറിയില്ല. കാരണം ഫൊക്കാന എന്ന് പറയുന്നത് അത് പ്രവാസികൾക്ക് മാത്രമുള്ള ഒരു സംഘടനയാണ്, മലയാളീസ് ഇൻ നോർത്ത് അമേരിക്ക. പക്ഷെ അതിനെ മാറ്റി വേൾഡ് മലയാളി കൗൺസിൽ ആയതോടുകൂടിയാണ് ഇന്ത്യയിൽ അത് പ്രസക്തി ഉണ്ടാക്കിയത്. അത് വലിയ മാറ്റമായിരുന്നു. 9 പ്രവാസികളുടെ സംഘടന മാത്രമായിരുന്നപ്പോൾ വേൾഡ് മലയാളി കൗൺസിൽ അത് എവിടെ എല്ലായിടത്തുമുള്ള മലയാളികൾക്കുള്ള ഒരു സംഘടനയായി മാറി. അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു അമേരിക്കയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ ഉള്ള ഒരു സംഘടനയാണ്. മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഈ 30 വർഷക്കാലം കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ഗുണങ്ങൾ നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇവരെല്ലാം അനുമോദിക്കുന്നു. നമ്മളിപ്പോൾ നടത്തുന്ന സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് മാത്രമാണ് ഞാനെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. TP ശ്രീനിവാസൻ സാറ് നമ്മുടെ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തത് നമ്മളുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാനൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ സംസാരിച്ചതാണ്, എല്ലാവരും കേട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളുടെ പേട്രൻസിൻ്റെ ഒരു പാനലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേട്രൻസ് ഇപ്പോൾ 4 പേരോളമുണ്ട്. ആ പേട്രൻസിനെ ലീഡ് ചെയ്യുന്ന ചീഫ് പേട്രനാണ് TP ശ്രീനിവാസൻ സാർ. അത് സംബന്ധിച്ചുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. എന്നും വേൾഡ് മലയാളി കൗൺസിലോടൊപ്പം സാറുണ്ട്, എന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് ഒത്തിരി ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹം വന്നത് ഒത്തിരി പേഷ്യൻസ് എടുത്തിട്ടാണ്. അദ്ദേഹത്തിന് നാളെ രാവിലെയുള്ള ഫംഗ്ഷൻ ഉള്ളതാണ്. സാറിനോടുള്ള നന്ദി വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടിയിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. 3 ദിവസം നീണ്ടു നിന്ന വേൾഡ് മലയാളി കൗൺസിലിന്റെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് നമ്മൾ 30 വർഷം തികയാണ്. നമ്മുടെ 14th ബൈനൽ കോൺഫറൻസ് ആണ്. ഈ സുപ്രധാനമായ ഒരു ഡിഫൈനിങ് മൂവ്മെന്റ് ആണ്. ലോകത്ത് എമ്പാടും ഒരു വലിയ മലയാളികളുടെ നെറ്റ്വർക്കായിട്ട് സമാനതകളില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. പ്രഗത്ഭരായിട്ടുള്ള TN ശേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷന്, അംബാസഡർ ശ്രീനിവാസൻ, കെൽട്രോണിന്റെ ഫൗണ്ടറും ഇലക്ട്രോണിക്സ് വിപ്ലവത്തിന് തുടക്കം കുറിച്ച നമ്പ്യാർ സാറ്, ബാബു പോൾ IAS, ക്രിസ്റ്റി ഫെർണാണ്ടസ് IAS, കർണാടകയുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന AJ അലക്സാണ്ടർ, ഇങ്ങനെ സമന്നതരായിട്ടുള്ള നേതാക്കളുടെ പാത പിന്തുടർന്ന് അവർ തന്ന ഊർജവും അവർ തന്ന ഇൻസ്പിറേഷനും കൊണ്ടാണ് വേൾഡ് മലയാളി കൗൺസിൽ ഇന്ന് സമാനതകളില്ലാതെ 77 സിറ്റികൾ, പ്രൊവിൻസുകളായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ മുഹൂർത്തത്തിലേക്ക് ഞാൻ നിങ്ങളെ അവരെയും സ്വാഗതം ചെയ്യുന്ന കർത്തവ്യമാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ ഫിനാലെ, അതായത് ഫൈനൽ ഗ്ലോബൽ മീറ്റിംഗ് കോൺഫറൻസിൻ്റെ അധ്യക്ഷനായ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ബേബി മാത്യു സോമതീരത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ശക്തിദുർഗവും നമ്മുടെയൊക്കെ എത്രയോ വർഷമായിട്ട് നമ്മളെ നയിക്കുന്ന വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ജോണി കിരോട. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥി ഇന്ന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ ബൈനിയർ കോൺഫറൻസ് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് വന്ന ഫൈസൽ കുട്ടിക്കോളാണ്. എൻ്റെ സുഹൃത്തും മലയാളികൾക്ക് അഭിമാനമായ ഒരു വ്യക്തിയാണ്. സ്വന്തം ഹീസ് എ സെൽഫ് മെയ്ഡ് ബില്യനെയർ, ഡോളർ ബില്യനെയറാണ്. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. UAE ഇന്ത്യ ബിസിനസ് ഫോറം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ബിസിനസ് ഫോറമാണ്. അതിൻ്റെ സ്ഥാപക ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അത് മാത്രമല്ല, ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് അദ്ദേഹം ഒരു ട്രെയിൻ റൈസറായിരുന്നെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു വലിയൊരു വാൾ ഫാക്ടറി ഉണ്ടായിരുന്നു. അന്ന്
നമ്മുടെ കലാം, മുൻ പ്രസിഡന്റായ കലാം വന്നിട്ട് പറഞ്ഞു ഇത് റോക്കറ്റ് സയൻസിനേക്കാൾ ഗംഭീരമാണെന്ന്. അപ്പം എൻ്റെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. അത് ഞാൻ അത്രമാത്രം ഒരു വലിയൊരു വ്യവസായത്തിൻ്റെ ശില്പിയാണ്. ഇതുകൂടാതെ ആദ്യമായിട്ട് ഇന്ത്യ UAE ഒരു ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുവാനും അതിൻ്റെ ഫൗണ്ടറായിട്ട് മാറുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് വിപ്ലവകരമായ മാറ്റം ഈ സമൂഹത്തിൽ UAE-യിലാണ് സ്ഥാപിക്കുന്നത്. അത് വലിയൊരു മൈൽ സ്റ്റോണാണ് പ്രവാസികളുടെ ജീവിതത്തിൽ. അത് കൊണ്ടാൽ പോകുന്ന ഇമ്പാക്റ്റ് വളരെ നമ്മുടെ പറയത്തിൽ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിൽ കൂടുതലാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഇനാഗുറേഷന് വേണ്ടി കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ബാക്കിയുള്ളവരെല്ലാം വേൾഡ് ബില്ലിയാർഡ് കൗൺസിൽ ഒത്തിരി വെറ്ററൻസ് ആയിട്ടുള്ള നേതാക്കൾ, പ്രോവിൻസിൻ്റെ ലീഡേഴ്സ്, ചെയർമാൻമാർ, റീജിയണൽ അമേരിക്ക റീജിയൻ, ഇന്ത്യ റീജിയൻ, മിഡിൽ ഈസ്റ്റ് റീജിയൻ, ഏഷ്യ പസഫിക് റീജിയൻ, യൂറോപ്പ്, ഇവിടെ എല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ എൻ്റെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു കൂട്ടായ്മ നമ്മുടെ ചരിത്ര മുഹൂർത്തമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കും. WNC-യുടെ പ്രവർത്തകരെ, WNC നയിക്കുന്ന വിശിഷ്ട 30 വർഷം മുമ്പ് ഇന്ത്യയുടെ ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ ചെയർമാനായി തുടങ്ങിയ WNC അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് ഇവിടെ കണ്ട മിഡിൽ ഈസ്റ്റ് സംഘടിപ്പിച്ച അവരാണ് മുൻകൈയെടുത്തത്. ഇന്നത്തെ പ്രോഗ്രാംസ് ഇന്നലെ ഒക്കെയായി ഇവിടെ കണ്ട മിഡിൽ ഈസ്റ്റിന്റെ വൈബ് കണ്ടപ്പോൾ പല രാജ്യത്തുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് WNC-യുടെ മറ്റൊരു മുഖമാണ്, മറ്റൊരു WNC.2 എന്ന് വേണ്ടി പറയാം. മറ്റൊരു ലെവലിലേക്ക് WNC പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഞങ്ങൾ നയിക്കുന്ന മുൻ WNC ഭാരവാഹികളെയും, ഇപ്പോൾ ഞങ്ങൾ നയിക്കുന്ന ശ്രീ ഐസക് പട്ടാണിപ്പുറത്തിനെ പോലെയുള്ള, ഐസക് ജി പോലെയുള്ള, ജോണി കരുളജി പോലെയുള്ള എല്ലാവരെയും പ്രസിഡന്റ് നിലയിലേക്ക് ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ആവേശം, ഞങ്ങൾ നയിക്കുന്നത് നിങ്ങളുടെ ആവേശമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പ്രസിഡന്റ് നിലയ്ക്ക് ഉള്ള പ്രസംഗം നടത്താൻ പറ്റിയ രീതിയിലുള്ള സമയമല്ലായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ ഞങ്ങൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കും. അത് മുന്നോട്ട് വളരെ മലയാളികൾക്ക്, കേരളത്തിലുള്ള മലയാളികൾക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്കും മറ്റ് രാജ്യങ്ങളിലുള്ള മലയാളികൾക്കും കൂടി പ്രയോജനകരമായ രീതിയിൽ വിവിധ പ്രൊജക്ടുകളുമായി മുന്നോട്ട് വരികയാണ്. മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇതുവരെ മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള, മലയാളികൾ മാത്രം സംഗമിക്കുന്ന, മലയാളികളുടെ മാത്രമായ അസോസിയേഷൻ ആയിരുന്നു. അതിനൊരു പുതിയ പോഷകവും കൂടി ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു. മറ്റൊന്നുമല്ല, മലയാളികൾ, ഇന്ത്യയിലെ നോൺ മലയാളികളായിട്ടുള്ള ഇന്ത്യൻസിനെ, ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലുള്ള നോൺ മലയാളികളായ ഇന്ത്യൻസിനെ കുറിച്ച് അതുകൊണ്ട് ഒരു ഫോറം, ഒരു ബിസിനസ് ഫോറം, മലയാളികളായ ആളുകളുടെ ബിസിനസ് സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും മലയാളികൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ ഇന്ററാക്ഷനും കൂടുതൽ ജോയിന്റ് വെഞ്ചേഴ്സ് മറ്റ് സഹായങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പോഷക സംഘം നേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വേൾഡ് മലയാളി കൗൺസിൽ കുടുംബാംഗങ്ങളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് വേൾഡ് മലയാളി കൗൺസിൽ സംഘടനയിൽ നിന്നും ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുകയാണ്. ഏതാണ്ട് 18 വർഷം പല പല സ്ഥാനങ്ങൾ വഹിക്കുകയും നമ്മൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയമാണ്. 70 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ ഒക്കെ റെസ്റ്റ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. നല്ല രണ്ട് കൈകളിലേക്ക് വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടനയെ 30 വർഷം പൂർത്തിയാക്കുമ്പോൾ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ എന്ന വിശിഷ്ട വ്യക്തിത്വത്തിലേക്ക് ചെയർമാനായി അദ്ദേഹത്തെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്ത് ശ്രീ ബേബി മാത്യു സോമതീരം പ്രസിഡന്റായി, ശ്രീ നടക്കൽ ശശി, ഡോക്ടർ നടക്കൽ ശശി VP അഡ്മിനായി, ശ്രീ ചാൾസ് പോൾ VP ഓർഗനൈസേഷൻ ഡെവലപ്മെന്റായി, ശ്രീ മോസാദ് കോയ സെക്രട്ടറി ജനറലായും ഒക്കെ ഇന്ന് സ്ഥാനമെടുക്കുകയാണ്. ഈ നല്ല കൈകളിലേക്ക് വളരെയധികം പ്രതീക്ഷയോടുകൂടി we do have great expectation from this new team of World Malayali Council. I will be watching them
like with a bird eye view how they are going to perform. എല്ലാ മംഗളങ്ങളും നേർന്നു കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എന്നോട് സഹകരിച്ച് കഴിഞ്ഞ 18 വർഷമായി ഇതിനെ നയിക്കുന്നതിന് വേണ്ടി പല പല പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ താങ്ങും തണലുമായി നിന്ന ഈ വേൾഡ് മലയാളി കൗൺസിലിലെ മെമ്പേഴ്സിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ലോകമെമ്പാടും നിന്നുമായി വന്നിരിക്കുന്ന വേൾഡ് മലയാളി കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഒരു മനസ്സോടുകൂടി ഈ വേൾഡ് മലയാളി കൗൺസിലിനെ നയിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഞാനുകൊണ്ട് നിർത്തുന്നു. ഓൾവേസ് ദർ വിൽ ബി ചലഞ്ചസ്, ദർ വിൽ ബി ഓപ്പർച്യൂണിറ്റീസ്. അതിനെ ആ ചലഞ്ചസിനെ നമ്മളെ എങ്ങനെ ഓവർകം ചെയ്ത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എടുക്കാം എന്ന് നോക്കുന്നതാണ് ഒരു 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 ഭരണ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് എപ്പാർട്ട് ഫ്രം ലോ ആൻഡ് ഓർഡറും പൊതുവായിട്ടുള്ള റെഗുലേറ്ററി ഭരണമൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ നമ്മൾ എന്നും ഓരോ ഗവൺമെൻറ് വരുമ്പോൾ വികസന നായകൻ, എല്ലാവരും വികസനമാണ്. വികസിപ്പിച്ചോടെ പോകുക എന്നുള്ളതല്ല. ആകെപ്പാടെ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആളുകളുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരണം, ആളുകളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകണം. കൊച്ചിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഷിപ്പുകൾ നിർമ്മിക്കപ്പെടുന്നതിനുള്ള കൊച്ചിൻ പോർട്ട്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ഷിപ്പ്യാർഡ്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങളെ, 4 എയർപോർട്ടുകളെ, 44 നദികളെ, 34 തടാകങ്ങളെ, അങ്ങനെ മഞ്ഞ് കൂടി കിടക്കുന്ന മൂന്നാറ്, ത്രിവേണി സംഗമത്തിന്റെ സ്ഥലമായിട്ടുള്ള ഇന്ത്യയുടെ തെക്കേത്തുള്ള കടൽ പ്രദേശങ്ങളുടെ എല്ലാം വെച്ച് ഒന്നിച്ച് നാം ചിന്തിക്കണം. 55 വർഷക്കാലമായി ഷാർജയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലേക്ക് യു എയിലെ ഏറ്റവും മനോഹരമായ എമിറേറ്റായ ഷാർജയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയം ഞാൻ സ്പർശിക്കുമ്പോൾ 1970 ജൂലൈ 21 തീയതി ഈ മണ്ണിൽ, ഷാർജയുടെ മണ്ണിൽ കാൽകുത്തിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് എന്നെ ഇന്ന് ഞാൻ ചെയ്യുന്ന മേഖലയിലേക്ക് എത്തിച്ചത്. ഈ സേവനം എന്ന് പറയുമ്പോൾ അതിനും ഈ വ്യാവസായിക അല്ലെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭമുണ്ടാകണം എന്നുള്ള ചിന്ത കൂടി അതിൻ്റെ ഭാഗമാണ്. ലാഭം വ്യക്തിപരമായി ആർക്കും ഉപയോഗിക്കുകയല്ല, ഇത് വളരണം, ഒരു പ്രസ്ഥാനം വളരണം, അത് സമൂഹത്തെ മാതൃകയാണ്. അങ്ങനെ ഒരു ചിന്തയാണ് ഗാന്ധി ഭവൻ എന്ന പ്രസ്ഥാനമായി മുന്നോട്ട് പോകുമ്പോൾ. Do solemnly affirm that I will faithfully execute the responsibilities of the World Malayali Council and will be the best of my ability support the activities of World Malayali Council and that I will uphold the guiding principles and bylaws of the World Malayali Council. So help me God. Thank you. All the very best for the new team.
Hallelujah.